കോഴിക്കോട് നഗരമധ്യത്തിലെ അഴുക്കുചാലിന്റെ നിർമ്മാണം പാതി വഴിയിലായതിൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാരും കച്ചവടക്കാരും. അഴുക്കുചാലിനായി മാസങ്ങൾക്ക് മുൻപ് റോഡ് കുഴിച്ചെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തി. ആദ്യഘട്ടത്തിൽ പണി നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി ഇവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ലെന്നാണ് വ്യാപാരികളും സമീപവാസികളും പറയുന്നത്. റോഡ് കുഴിച്ചതിന്റെ കല്ലും മണലും റോഡരികിലുള്ള ഫുട്പാത്തിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം കാൽനടയാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. പലപ്പോഴും ഇതിൽ തട്ടി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നഗരത്തിലെ പ്രധാന റോഡായതിനാൽ ഗതാഗത തടസ്സവും ഇതുമൂലം നേരിടുന്നുണ്ട്. കഴിഞ്ഞ നവംബർ 20 തുടങ്ങിയതാണ് പണി. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു 15-18 ദിവസത്തോളം ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. വളരെ ഒരുപാട് കൊതുകുകളും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ഒരു കനാലിലൂടെ ഈ വെള്ളത്തിലൂടെ ഇപ്പോൾ ഉണ്ട്. പല സ്ഥലത്തുള്ള മലിനജലം തുറന്നു വിട്ടിട്ടും അങ്ങനത്തെ കളറിന് തന്നെ ആ വെള്ളത്തിൻ്റെ നിറത്തിന് തന്നെ വളരെ വ്യത്യാസം വന്ന ഒരു വെള്ളമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇപ്പോഴും വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഡെയിലി വരാറുണ്ട്. അപ്പോൾ ഇവരെ പണി എത്രയും പെട്ടെന്ന് കഴിഞ്ഞാലേ ഈ ഡ്രൈനേജിന്റെ പണി ഫുള്ളാവത്തുള്ളൂ. അഴുക്കുചാലിനടിയിലെ KICB കേബിൾ നീക്കം ചെയ്യാത്തതാണ് നിർമ്മാണത്തിന് തടസ്സമായതെന്നാണ് അധികൃതരുടെ വാദം. എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.